ഈ കെ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും അതിനോടനുബന്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന്റെ മുന്നോടിയായി ട്രസ്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച ചെറുക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും അത് സംബന്ധമായി ഏഷ്യാനെറ്റ് തൊടുത്തുവിട്ട ആ വാർത്ത കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ മാധ്യമരംഗത്ത് ഉണ്ടാക്കിയ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അതിന്റെ പിറകിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർത്തും ഒരു രേഖയാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. 2 ആരോപണങ്ങളാണ് അന്നത്തെ ഏഷ്യാനെറ്റ് ചാനൽ ഉയർത്തിവിട്ടത്. ഒന്ന്, ലീഡറുടെ പേരിൽ ഭൂമി തട്ടിപ്പ്. സ്കൂൾ ഇടപാടിൽ കമ്മീഷൻ ചോദിച്ചു. ട്രസ്റ്റിന്റെ പേരിൽ എഴുതേണ്ടിയിരുന്ന സ്കൂൾ സ്വകാര്യ കമ്പനിയുടെ പുറത്ത് എഴുതാൻ MP ആവശ്യപ്പെട്ടു. അതിന് 50 ലക്ഷം രൂപ കമ്മീഷൻ പറഞ്ഞു. ഇതാണ് വാർത്ത. അപ്പൊ ഒന്ന്, നിങ്ങൾ ആ വാർത്തയിലൂടെ നിങ്ങളങ്ങ് പോയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഏകദേശ രൂപം കിട്ടും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഓരോന്നും അതിന്റെ പിറകിലുണ്ട്. ഇൻക്ലൂഡിംഗ് ചിറക്കൽ കോവിലകം ക്ഷേമ പരിരക്ഷണ സമിതിയുടെ 20/3/2012 അവരുടെ മിനിറ്റ്സിന്റെ കോപ്പിയും നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെന്റ്സും ഈ കോവിലകം ക്ഷേത്ര പരിരക്ഷണ സമിതിയുടെ മിനിറ്റ്സും പരിശോധിച്ചാൽ ഇതിലെവിടെയാണ് കമ്മീഷൻ നിന്ന് ഒന്നുകിൽ ആരോപണം ഉന്നയിച്ചവർ പറയണം മറുപടി, അതല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ ആരെങ്കിലും അതിനൊരു ഉത്തരം കണ്ടെത്തണം. ഞങ്ങൾ 16 കോടിക്കാണ് ഞങ്ങൾ ഇതിന്റെ കച്ചവടം ഉറപ്പിച്ചത്. 16 കോടിക്ക് കച്ചവടം ഉറപ്പിക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വകയായി ട്രസ്റ്റിനൊരു സാമ്പത്തിക സഹായം നിങ്ങൾ ചെയ്യണം. അത് ഇതിന്റെ രേഖ തീർക്കാനും അന്ന് ഇതിന് 36-37 ലക്ഷം രൂപ രജിസ്ട്രേഷൻ കോസ്റ്റ് വേണം. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ചെലവിലേക്കും ചുറ്റുമതിൽ കിട്ടുന്നതിന് ചെലവിലേക്കുമായി നിങ്ങളൊരു 50 ലക്ഷം രൂപ, 50 ലക്ഷം ഞങ്ങളുടെ അർത്ഥത്തിൽ നിങ്ങളൊരു സംഭാവന, ഒരു ഡൊണേഷൻ നിങ്ങൾ ട്രസ്റ്റിന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരാണ് ആലോചിച്ചത്. 50 ലക്ഷം രൂപ ട്രസ്റ്റിന് ഡൊണേഷനായി നൽകാം, ഈ ഇനത്തിൽ ഡൊണേഷനായി നൽകാം എന്നവർ പറഞ്ഞു. അത് അവരുടെ ട്രസ്റ്റിന്റെ അകത്ത് അവകാശമുള്ള 121 അവകാശികളും അറിഞ്ഞുകൊണ്ടും അവരുടെ ജനറൽ ബോഡി എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് അവസാനത്തെ ആ ഓഫർ. അതിന്റെ ഒരു മിനിറ്റ്സാണ് ക്ഷേത്ര പരിരക്ഷണ സമിതിയുടെ മിനിറ്റ്സ് 2020/3/2012. ഞാൻ 2 എണ്ണം വായിക്കാം കണ്ടിക. അവരാദ്യം ഞങ്ങളോട് ചോദിച്ചു, പ്രസ്തുത നിങ്ങൾ ഈ എഗ്രിമെന്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു ക്ലോസ് വെക്കാവുകയും ചോദിച്ചു. പ്രസ്തുത സ്കൂളുകൾ വാങ്ങുവാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ മെമ്മോറിയൽ ട്രസ്റ്റ് കണ്ണൂർ എന്ന സ്ഥാപനത്തിന് 15.5 കോടി രൂപക്ക് വിൽപ്പന നടത്താൻ തീരുമാനിച്ചു എന്ന് ഞങ്ങളുടെ തീരുമാനത്തിൽ എഴുതാമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ എഴുതരുത്. അങ്ങനെ എഴുതിയാൽ 16 കോടിക്ക് കച്ചവടം എന്ന് പറഞ്ഞ് 15.5 കോടിക്ക് വിൽപ്പന നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ 50 ലക്ഷം അത് കമ്മീഷൻ എന്ന നിലക്ക് വരും. ഞങ്ങളിത് സുതാര്യമാണ്. ചോദിച്ചത് വ്യക്തികൾക്ക് കമ്മീഷന് വേണ്ടിയല്ല, ട്രസ്റ്റിന് വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊടുത്ത ഭേദഗതി അവർ സ്വീകരിച്ചു. ആ ഭേദഗതി അവരുടെ കമ്മിറ്റിയിൽ വെച്ച് പാസാക്കിയ ഭേദഗതിയാണ് ഖണ്ഡിക 1. പ്രസ്തുത സ്കൂളുകൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ലീഡർ കെ കരുണാകരൻ മെമ്മോറിയൽ ട്രസ്റ്റ് കണ്ണൂർ എന്ന സ്ഥാപനത്തിന് 16 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്താൻ തീരുമാനിക്കുകയും ആയതിൽ 15.5 കോടി രൂപ വിൽപ്പന തുകയായി നിജപ്പെടുത്തി ബാക്കി വരുന്ന 50 ലക്ഷം അവകാശികളെല്ലാം കൂടെ ട്രസ്റ്റിന് സംഭാവന നടത്തിച്ച് ഓരോ അവകാശിയിൽ നിന്നും ട്രസ്റ്റിന് ആനുപാതികമായി ലഭിക്കുന്ന സംഭാവന തുകക്ക് പ്രസ്തുത അവകാശിക്ക് ട്രസ്റ്റ് രസീത് നൽകണമെന്നും ഈ നിബന്ധന ട്രസ്റ്റുമായി ഉണ്ടാക്കുന്ന കരാറിൽ വ്യവസ്ഥ ചെയ്യണമെന്നും തീരുമാനിച്ചു.
ഇത് അവരുടെ മിനിറ്റ്സാ. ഇതിന്റെ ബാക്കിൽ അവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ മിനിറ്റ്സ്, ഞങ്ങൾ എഴുതിയുണ്ടാക്കിയ മിനിറ്റ്സ് ഒന്നുമല്ല. ഇതാ അവരുടെ സെക്രട്ടറിയുടെ ഒപ്പാണ്. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കവര് ആ ഡേറ്റിന് തന്നെ അവർ ഞങ്ങൾക്ക് ഒരു കത്ത് തന്നു. ആ കത്ത് 14/12/2011 കത്ത്. അത് 6/6/2011 ഞങ്ങൾ കൊടുത്ത കത്തിന് മറുപടിയാണ്. മേൽ സൂചിപ്പിച്ച താങ്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചിറക്കൽ കോവിലകം കുടുംബാംഗങ്ങളിൽ അവകാശികളായവരുടെയും മരണപ്പെട്ട അവകാശികളുടെ അനന്തരാവകാശികളുടെയും ഒരു യോഗം 18/9/2011 ചേരുകയും പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുകയുമുണ്ടായി. യോഗത്തിൽ 2 സ്കൂളുകൾക്കും കൂടി മൊത്തം 16 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്താൻ നിശ്ചയിക്കുകയും ഈ സംഖ്യയിൽ നിന്ന് 50 ലക്ഷം രൂപ സ്കൂളുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ലീഡർ കരുണാകരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് രജിസ്ട്രേഷൻ സംബന്ധിച്ചു വേണ്ടിവരുന്ന ചെലവുകൾക്കും മറ്റുമായി നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ തന്ന കോപ്പിന് ആ കോപ്പിയുണ്ട്. ഞങ്ങൾക്ക് തന്ന കത്തും അവരുടെ മിനിറ്റ്സിന്റെ കോപ്പിയും നിങ്ങളുടെ രേഖനകത്തുണ്ട്. ഇതിലെവിടെയാണ് കമ്മീഷൻ? ആരാണ് ഇതിൽ കമ്മീഷൻ വാങ്ങിയത്? ആരാണ് കമ്മീഷൻ ചോദിച്ചത്? ചാനലിൽ വളരെ ആവേശപൂർവ്വം സംസാരിച്ച കക്ഷി പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, ഇതാ എന്റെ കയ്യിലിരിക്കുന്നു രേഖ. ഈ തട്ടിപ്പിന്റെ എല്ലാ രേഖകളും ഏഷ്യാനെറ്റിന് കിട്ടിയിരിക്കുന്നു. ഈ രേഖ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഏതാണ് ആ രേഖ? ഏത് രേഖ വെച്ചാ ഈ ഇദ്ദേഹം സംസാരിച്ചത്? ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ ആ ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞു, കോടികളുടെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പാണ് ഏഷ്യാനെറ്റ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഭീകരമായി തട്ടിപ്പിനെതിരെ കോവിലകം അവകാശികൾ പ്രതികരിച്ചതുകൊണ്ട് ഒരു വലിയ തട്ടിപ്പ് ഒഴിവായി കിട്ടിയിരിക്കുന്നു എന്നാണ്. ഞാൻ ഒരു കാര്യം പറയാം, മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഇങ്ങനെ ദുരുപയോഗം ചെയ്യേണ്ട സ്വാതന്ത്ര്യമല്ല. ഞങ്ങളെ മുഖത്ത് തേച്ചിരിക്കുന്ന ഈ കറുപ്പ്, ഈ അപമാനം, ഈ മാനഹാനി, അത് തീർക്കാൻ ആ ചാനൽ ബാധ്യസ്ഥമാണ്. ചാനലിന്റെ ബന്ധപ്പെട്ടവരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്പർ 2, ലീഡറുടെ പേരിൽ ഭൂമി തട്ടിപ്പ്. ഏതാണ് തട്ടിപ്പ്? തട്ടിപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റ് സ്കൂൾ വാങ്ങാൻ ധാരണയുണ്ടാക്കി രജിസ്ട്രേഷൻ അത് കണ്ണൂർ എജു പാർക്ക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരണമെന്ന് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഒരു ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുണാകരന്റെ മെമ്മോറിയൽ നടത്തുകയല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇതൊരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. ആ വിദ്യാഭ്യാസ സമുച്ചയം ഒരു വരുന്ന 15 വർഷത്തിനുള്ളിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയം കെട്ടിപ്പടുക്കുമ്പോൾ കോടികളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആ കോടികളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ ഒരു ട്രസ്റ്റിന് സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. അപ്പൊ എല്ലാവരും ചെയ്തതുപോലെ അതിനകത്തുനിന്ന് റെപ്കോ സൊസൈറ്റിയാണ്, പക്ഷേ റെപ്കോയിൽ കമ്പനിയുണ്ട്. നമ്മുടെ ആരോഗ്യ ഈ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനമാണ്, കമ്പനിയാണ്. ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ പിറകിലെല്ലാം മൂലധന സമാഹരണം നടത്താൻ ഒരു കമ്പനിയുണ്ട്. അത് പലരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് വെച്ച് ആ സൊസൈറ്റിക്ക് ഡൊണേഷൻ വാങ്ങാനേ അവകാശമുള്ളൂ. ആ ഡൊണേഷൻ വാങ്ങിയാൽ അതിനകത്ത് നിന്ന് സാമ്പത്തിക ആനുകൂല്യം ആർക്കെങ്കിലും കൊടുക്കാൻ ഒരു പ്രൊവിഷനും ഇല്ല. അപ്പോൾ ഇത്രയും വലിയൊരു മൂലധനം നമുക്ക് സമാഹരിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്ന്, ഇതിന്റെ അകത്ത് നിക്ഷേപിക്കുന്ന ആളുകൾ അവരുടെ പണത്തിന് സെക്യൂരിറ്റി വേണം. അവർ ഇതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ താൽപര്യം സംരക്ഷിക്കണം. ഇതിന് നിയമാനുസൃതമായ വ്യവസ്ഥിതിയിലൂടെ വേണം അത് സമാഹരിക്കാൻ.
സത്യത്തിൽ വളരെ ഉയർന്ന ലീഗൽ എക്സ്പേർട്സുമായി ഡിസ്കഷൻ നടത്തി. വക്കീലമാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി 2 ദിവസം എറണാകുളത്ത് തലങ്ങ് വെള്ളങ്ങ് ചർച്ച നടത്തി. ഡൽഹിയിൽ കപിൽ സിബിലുമായി ഡിസ്കസ് ചെയ്ത് ഡൽഹിയിൽ വേണുഗോപാലുമായി ചർച്ച നടത്തിയിട്ടാണ് ഈ തീരുമാനം ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു ജസ്റ്റ് ടു ഓവർകം ദ ലീഗൽ ക്രൈസിസ് ടു അക്സെപ്റ്റ് ദ ഇൻവെസ്റ്റ്മെന്റ്. ആർക്കതറിയാത്തത്? അതിനവരുടെ ലീഡറുടെ പേരിൽ ഭൂമി തട്ടിപ്പെന്ന് പറയുന്ന മര്യാദയില്ലാത്ത പ്രഖ്യാപനവും പ്രവർത്തനവും മാധ്യമ പ്രവൃത്തിക്ക് യോജിച്ചതല്ല. മാധ്യമ പ്രവൃത്തിക്ക് യോജിച്ചതല്ല. അന്തസ്സുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞതല്ല. ആ വാക്കിൽ ഞാൻ ഒതുക്കുന്നു എന്റെ വികാരം. ഈ വികാരത്തിന്റെ പുറത്ത് ഞാൻ പറയുന്നതിന്റെ വികാരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്റെ വിശ്വാസം. ഓരോ പൊതുപ്രവർത്തകനും കഷ്ടപ്പെട്ട വ്യക്തിത്വം ഉണ്ടാക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കലങ്ങി മറിഞ്ഞ് സുനാമി അടിച്ചു വീടുമ്പോ അവിടെ ഇത്തിരി രാഷ്ട്രീയ വ്യക്തിത്വം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരൊരാളാണ് ഞാൻ. 50 ലക്ഷം എനിക്ക് കമ്മീഷനൊന്നും വേണ്ട. സുധാകരൻ ഇന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ നിങ്ങൾക്കറിയാലോ, 50 ലക്ഷം എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്തിക്കാനൊക്കെ ആളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സമ്പന്നനോട്, വ്യവസായിയോട് സുധാകരൻ അങ്ങനെ ഒരു പണം ആവശ്യപ്പെട്ടു പറഞ്ഞില്ലേ? ലോകം മുഴുവൻ പിരിവ്. എവിടെയാ പിരിവെടുത്തത്? ഈ ഇന്ത്യ രാജ്യത്തുനിന്ന് ഒരാളോട് 1 ലക്ഷം രൂപ ഞങ്ങൾ ഇതിലേക്ക് വാങ്ങിയില്ല ഇതുവരെ. ഞങ്ങളൊരു 50 ഡയറക്ടേഴ്സിനെ കാണാനുള്ള വോട്ടായിരുന്നു ഇതുവരെ. ഓൺലി 50 ഡയറക്ടേഴ്സ്. കമ്പനിയുടെ അകത്ത് വാങ്ങുന്ന പൈസ വെട്ടിപ്പ് നടത്താൻ സാധിക്കുമെന്ന് വിവരമുള്ള ആരെങ്കിലും പറയോ? ഇതിനകത്ത് മൂലധനം ഇറക്കുന്ന CK മേനോനെ പോലുള്ള ആളുകൾ 50 രൂപ പോകുമ്പോ അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയുന്ന വ്യവസായികളാണ്. അവരുടെ 50 ലക്ഷം നമുക്ക് കിട്ടിയാൽ അതിന്റെ സുതാര്യത ഇവിടെ നാട്ടിൽ തെക്കും പറക്കും തിരിഞ്ഞു നടക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തണോ? അത് നോക്കാൻ അവർക്കറിയാം. അവരൊക്കെ അതിന്റെ അകത്ത് സമ്പന്നരാണ്. എന്താ പറയാ, പ്രായോഗികമായി പരിശീലനം തിരിച്ചവരാ. അവരതുകൊണ്ടാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാരായി ഈ രാജ്യ വ്യവസായം നടത്തി നടക്കുന്നത്. അവരെ പണം അങ്ങനെ ദൂരത്തിരിക്കാൻ പറ്റുമോ? ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പണം എവിടെയെങ്കിലും കൊള്ളടിക്കാൻ പറ്റുമോ? 5 പൈസ അതിന്റെ അകത്തുനിന്ന് പുറത്തു പോകുന്ന വഴി നമ്മൾ തെളിയിക്കണ്ടേ? നമ്മൾ കാണിക്കണ്ടേ? ഓഡിറ്റ് ഉള്ളതല്ലേ? ഓഡിറ്റിനകത്ത് ഒരു 10 രൂപ ട്രസ്റ്റ് നിന്ന് മാറി ചെലവഴിച്ചാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ? ഞങ്ങൾ ആരെങ്കിലും 5 പൈസ ക്യാഷ് കയ്യിൽ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങുന്നുണ്ടോ? ട്രസ്റ്റ് വാങ്ങുമോ? ഞങ്ങൾ ചെക്ക് വാങ്ങുന്നു, ചെക്ക് ഡീൽ ചെയ്യുന്നു. ഈ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എടുക്കാമല്ലോ. ആ വന്നിരിക്കുന്ന പൈസ ചെക്കിനാണ് വന്നത്, ക്യാഷാണോ വന്നത് പരിശോധിക്കാലോ. അതിൽ നിന്ന് ഏതെങ്കിലും പൈസ വഴിമാറി തിരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാലോ. ഓഡിറ്റഡ് കമ്പനി പണം തരുന്നവരാണെങ്കിൽ അതിനേക്കാളൊക്കെ അവരെ സമ്പത്ത് സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ളവർ. അങ്ങനത്തെ ഒരു കമ്പനിക്കകത്ത് അവിടേക്ക് ഞങ്ങളൊരു മൂലധനം വാങ്ങി ആ മൂലധനം പുട്ടടിച്ച് മാറ്റി എന്ന് പറയുന്ന പത്രപ്രവർത്തനവും പത്രപ്രചരണവും ഏത് മര്യാദയുടെ പുറത്താ? ഒരു ചാനലും ഒരു വടിയും കിട്ടിയാൽ എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്ന പത്രപ്രവർത്തനം ഉണ്ടല്ലോ, അത് അധിക കാലമൊന്നും അങ്ങനെ പോകാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്റെ വികാരം പറഞ്ഞെങ്കിൽ 50 വർഷക്കാലത്ത് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയ എന്റെ വ്യക്തിത്വത്തെ തകർക്കാനാണ് ആ ചാനലിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വികാരം. ഞാൻ മാധ്യമങ്ങളെ ബഹുമാനിക്കുന്നവനാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ നിങ്ങളുടെ മാധ്യമത്തിന്റെ സുഹൃത്തുക്കളെ എവിടെയെങ്കിലും മാധ്യമങ്ങളെ ഞാൻ അപമാനിച്ചു, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ താത്തി കെട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ അനുഭവിച്ച് പറയാൻ പറ്റുമോ? മറ്റുള്ള പൊതുപ്രവർത്തകന്മാർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പാർട്ടിയും ഞാൻ തരാറില്ല, ടൂറും സംഘടിപ്പിക്കാറില്ല. പക്ഷെ നിങ്ങളിൽ ആരോടെങ്കിലും വ്യക്തിബന്ധത്തിന് ഞാനുള്ള വ്യക്തിബന്ധം പോറലുണ്ടോ? ആർക്കെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പാകപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു, നിങ്ങൾ മോശമാക്കി സംസാരിച്ചു, നിങ്ങൾ താത്തി കെട്ടിണ്ടോ? റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ. കാരണം മാധ്യമം ഡെമോക്രസിയുടെ 4th പില്ലർ എന്നല്ലേ ഡെമോക്രസി മാധ്യമത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവാം,
പക്ഷെ ആ പൊളിറ്റിക്സും മാധ്യമധർമ്മത്തിന് അനുസൃതമായിട്ടേ നിങ്ങൾ പ്രയോഗിക്കാവൂ. പിന്നെയും പറഞ്ഞു 25/3 ഞാൻ എന്റെ അതിന്റെ അകത്ത് കൺസെന്റ് ഞാൻ കൊടുത്ത് എന്റെ അപേക്ഷ പോയി 23rd. പിന്നെ ഞാൻ ഫയൽ ഉണ്ടാക്കിയതല്ല ഇത്. ഇയാളെ കാണിക്കാൻ ഇയാളെ ബോധ്യപ്പെടുത്താൻ ഉണ്ടാക്കിയ ഫയലല്ല. ഇതൊക്കെ കമ്പനിക്ക് അയച്ച ഫയൽ. കമ്പനി വെബ്സൈറ്റിൽ നോക്കിയാൽ കാണും. ഈ നിങ്ങള് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് നോക്ക്, യു വിൽ സീ ദാറ്റ്. കമ്പനി അതിൽ തന്നെ ഇപ്പൊ തന്നെ വണ്ടിയുടെ ലാപ്ടോപ്പ് വെച്ച് കാണിച്ചു തരാം. വെറുതെ ഏടുന്ന ഒരു കടലാസം കിട്ടി തൂക്കിപ്പിടിച്ച് പറയലല്ല പഞ്ചപ്രവർത്തനം. അതൊന്ന് വെരിഫൈ ചെയ്യണം, അതിന്റെ ഓതന്റിസിറ്റി വെരിഫൈ ചെയ്യണം. നിങ്ങളിത് കമ്മീഷനിലേക്ക് ഒന്ന് ഒപ്പിട്ട് കൊടുത്ത. ഞങ്ങൾക്ക് ഇവര് ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു. ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനുള്ള കാരണം എന്താ? ഞങ്ങൾ ഇവർക്ക് നേരത്തെ ആവശ്യപ്പെട്ടു, ഇതിനകത്ത് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. ഇവർ ഞങ്ങളുടെ കേസ് സംബന്ധമായ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മുൻസിഫ് കോടതി നമുക്ക് കേസുണ്ടെന്ന് നമുക്ക് ബോധ്യായി. മുൻസിഫ് കോടതിയുടെ അകത്ത് ഒരു കേസ് വന്നു. എന്താണ് ആരാ കൊടുത്തത്? ഒരു കൃഷ്ണകുമാരവർമ്മ എന്ന വ്യക്തി അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം കോടതിയിൽ പിറ്റീഷൻ കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇത് ഏറെ കുടുംബാംഗങ്ങളുടെ ഒരു ഫാമിലി തറവാട്ട് സ്വത്തല്ലേ, 121 ലീഗലി ഇതിന്റെ അവകാശികളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അല്ലാതെ അവകാശികൾ ഞങ്ങളും അവകാശി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 3 കത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന വർമ്മയുടെ മകനാണ്, ഞങ്ങൾ ഇന്ന വർമ്മയുടെ മക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, വല്ല കേസുണ്ടോ? പറഞ്ഞൊരു കേസുമില്ല. പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോ ഞങ്ങൾക്ക് തോന്നി ഇതിനകത്ത് ഇനിയും പലരും ചിലപ്പം കേസുമായി കോടതി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളെ വക്കീൽ ഇതിന്റെ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു രത്നാകരൻ ലീഗൽ ഒപ്പീനിയൻ ഉണ്ടാക്കി. ആ ലീഗൽ ഒപ്പീനിയൻ ഇവർക്ക് കൊടുത്തു. ആ ലീഗൽ ഒപ്പീനിയൻ കിട്ടിയപ്പോഴാണ് ഇവർ പ്രതികരിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ എഗ്രിമെന്റിന് വിരുദ്ധമാണ് നിങ്ങളുടെ ഈ ലീഗൽ ഒപ്പീനിയൻ, അതുകൊണ്ട് ഞങ്ങൾ ഈ കച്ചവടം നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് തരുന്നത് അപ്പോഴാണ്. ലീഗൽ ഒപ്പീനിയൻ എന്താണെങ്കിലും നോക്കാം, കോപ്പി അതിനകത്തുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് എന്തെങ്കിലും ലീഗൽ അല്ലാത്ത വല്ല ഒപ്പീനിയൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ലീഗലി ഇത് ക്ലിയർ ചെയ്യണ്ടേ? ഞങ്ങൾ ഉത്തരവാദിത്തല്ലേ? സ്വത്തെടുക്കുന്നുണ്ടാവും, ഉത്തരവാദിത്തല്ലേ? ഞങ്ങൾ ഈ ലോകത്തിലെ വ്യവസായ ആളുകളുടെ നിന്നൊക്കെ പണം വാങ്ങുമ്പോൾ ആ പണം വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ലയബിൾ അല്ലേ? ഞങ്ങൾ ഒരു കേസും കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് നാളെ അവർ ഞങ്ങളോട് വെച്ച് ഞങ്ങൾ ഉത്തരം പറയണ്ടേ? ഇയാൾ ആൻസർ വിട്ടതോ? അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ആ ലീഗൽ ഒപ്പീനിയൻ അവർക്ക് കൊടുത്തു. ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോഴാണ് അവർ ഞങ്ങൾക്ക് നേരെ ആ ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷമാണ് ലീഗൽ ഒപ്പീനിയൻ ഞങ്ങൾ എപ്പോഴാണ് കൊടുക്കുന്നത്? ഞങ്ങൾ 10/10/22 ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു. 15/10/12 അവർ ഞങ്ങൾ കത്ത് വന്നു. മറുപടി എന്താ? മറുപടി ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ, UP സ്കൂൾ എന്നിവയുടെ വിൽപ്പന സംബന്ധിച്ച് താങ്കളുടെ ട്രസ്റ്റുമായി ഏർപ്പെട്ട കരാർ പ്രകാരം 2012 ജൂലൈ 15 മേൽപ്പറഞ്ഞ സ്കൂളുകളുടെ വിൽപ്പന പൂർത്തിയാക്കാൻ തീരുമാനിച്ചതും തുടർന്ന് താങ്കളുടെ അപേക്ഷ പ്രകാരം 2012 ഒക്ടോബർ 15 വരെ സമയം നീട്ടിയതുമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഒക്ടോബർ 15 വിൽപ്പന നടത്തുന്നതിന് പ്രതിബന്ധമായി ഒക്ടോബർ 10 അഡ്വക്കേറ്റിന്റെ നിയമോപദേശം ഉൾപ്പെട്ട താങ്കളുടെ കത്ത് ഞങ്ങൾക്ക് ലഭിച്ചു. കുടുംബാംഗങ്ങളുടെ ജനറൽ ബോഡി തീരുമാനപ്രകാരം അവസാന തീയതിയായ ഒക്ടോബർ 15 കാലാവധി തീർന്നതിനാലും, ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് വളരെ വൈറ്റൽ പോയിന്റാണ്, 15 കാലാവധി തീർന്നതിനാലും എഗ്രിമെന്റിന് വിരുദ്ധമായ കാര്യങ്ങൾ ലീഗൽ ഒപ്പീനിയനിൽ നിർദ്ദേശിച്ചതിനാലും ഈ വിൽപ്പന തുടർന്ന് കൊണ്ടുപോകാൻ നിർവാഹമില്ലെന്നും വസ്തു കൈമാറ്റവുമായുള്ള നടപടികൾ നിർത്തിവെക്കുന്നതായി താങ്കളെ അറിയിക്കുന്നു. എന്റേത് ഈ ലോകം മുഴുവൻ ഇത് കാണുന്ന ചാനലാണ്. ഞാൻ ചോദിക്കുന്നു, എന്റെ ക്രെഡിബിലിറ്റിന്റെ പുറത്ത് 50 ലക്ഷം എടുത്തിരുന്ന ഒരാള് അത് ധരിക്കുന്നുണ്ടോ? ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോയി 50 ലക്ഷം റുപ്യ എടുത്തു കൊടുക്കുന്നു. ഒരു വ്യക്തി എന്ന നിലക്കുള്ള എന്നുള്ള വിശ്വാസം, എന്റെ ക്രെഡിബിലിറ്റിയാ ഈ ടെസ്റ്റിന്റെ മൂലധനം. 50 ലക്ഷം രൂപ തരുന്ന ഒരു വ്യവസായി ആ 50 ലക്ഷം തരുന്നത് കേസുകാരുടെ വിശ്വാസം കൊണ്ടാ. ഈ ചാനലിന് വാർത്ത ലോകം മുഴുവൻ കേൾക്കുമ്പോ അവരുടെയൊക്കെ മനസ്സിൽ 50 ലക്ഷം തരുന്ന ആളിന്റെ മനസ്സിൽ എന്നോടുള്ള പ്രതികരണം എന്താ, എന്നോടുള്ള വിശ്വാസ്യത എന്താ, എന്നോടുള്ള അഭിപ്രായം എന്താ? നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യക്തിത്വം, എന്റെ വ്യക്തിത്വം തകർക്കരുത്. നിങ്ങൾ ഷൈജു, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഉപയോഗിച്ച 3 പദങ്ങൾ മാത്രം നിങ്ങൾ എന്നെ വെച്ചിരിക്കും. ഒന്ന്, ലീഡറുടെ പേരിൽ ഭൂമി തട്ടിപ്പ്. 2, നിങ്ങളെന്ന് ആ ചർച്ച നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കോടികളുടെ തട്ടിപ്പാണ് ഈ കച്ചവടത്തിൽ. അതിന് അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്ത് രേഖ കിട്ടിയത്? എന്തോന്ന് രേഖ? ഞാൻ തന്നെ രേഖ, അപ്പുറത്തെ രേഖ വല്ലതുണ്ടോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ വിതരണം ചെയ്ത രേഖക്കപ്പുറത്തൊരു രേഖ ഷൈജുവിന്റെ കയ്യിലുണ്ടോ? ഐ ചലഞ്ച്.
ഇതിനപ്പുറത്തൊരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു ട്രസ്റ്റിന്റെ ഇത്രയും സുതാര്യമായ രേഖകൾ പത്രക്കാർക്ക് വിതരണം ചെയ്തിട്ട് ഏത് ട്രസ്റ്റാണ്, ഏത് ട്രസ്റ്റിന്റെ അധികാരികളാ ഒരു പത്രസമ്മേളനം നടത്തുക? ഒന്ന് കാണിക്കാവോ? കോവിലകൻ ട്രസ്റ്റാണോ ഞങ്ങളാണോ? ഞങ്ങളുടെ ട്രസ്റ്റാണോ കോവിലകൻ ട്രസ്റ്റാണോ? അല്ല, കോവിലകൻ ട്രസ്റ്റിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് ഉത്തരം പറയരുത്, അവരോട് ചോദിക്കേണ്ടതാ. അതാ പറഞ്ഞത്. അപ്പോ ഞങ്ങള് കോവിലകൻ ട്രസ്റ്റിന്റെ നിങ്ങൾക്ക് വേറെ ഒരു കത്ത് കിട്ടാൻ, നിങ്ങൾക്ക് ആകെ കിട്ടേണ്ടത് സുരേഷ് വർമ്മയുടെ ഒരു കള്ളാസ് കയ്യിലുണ്ടാവും. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. സുരേഷ് വർമ്മയുടെ കള്ളാസ്, സുരേഷ് വർമ്മയുടെ കടലാസ് ഉണ്ടാവും. വേറെ നിങ്ങൾക്ക് ഒരു കോപ്പിയും ഞങ്ങളെ മലയും ചെയ്യാൻ ഞാൻ നിങ്ങളെ ഇപ്പൊ ചലഞ്ച് ചെയ്യുന്നു. ഈ ഉണ്ടെങ്കിൽ ഈ പത്രക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാളെ കൊണ്ടുവരാൻ പറ്റുമോ? ഐ വിൽക്കം. ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള രേഖ നിങ്ങൾ പത്രസമ്മേളനത്തിൽ വെക്ക്, എന്റെ മുമ്പിൽ വെക്ക്, ഇവരുടെ മുമ്പിൽ. ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമെങ്കിൽ പൊതുജീവിതം അവസാനിപ്പിക്കാം. വിൽ അക്സെപ്റ്റ് മൈ ചലഞ്ച്. ഒരു മര്യാദ വേണ്ടേ? ഈ കത്താന്ന് കാണിച്ചിട്ട് നമ്മളെ ഏഷ്യാനെറ്റിൽ കാണുന്നു. നിങ്ങളൊന്ന് കാണിച്ച കത്തൊക്കെ, നിങ്ങൾ ഏഷ്യാനെറ്റിൽ കാണിച്ച കത്തൊക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏഷ്യാനെറ്റിൽ കാണിച്ച എല്ലാ രേഖകളും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കൊല്ലർ ഒന്നും കുറ്റം ചെയ്തിട്ടില്ലല്ലോ, ദ്രോഹിച്ചിട്ടില്ലല്ലോ, ഒരു വെറുപ്പും ഞാനും നിങ്ങൾ തമ്മിലില്ലല്ലോ. എന്തിനാ പിന്നെ ഈ കൊല, ഈ പച്ചയായ കൊലപാതകം എന്തിനാ? അത് അവരോട് ചോദിക്കേണ്ടതല്ലേ? ഞങ്ങൾക്കും അതല്ലേ മനസ്സിലാവാത്തത്? ഞങ്ങൾക്കും മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ അവസാനത്തെ കത്ത് ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. രജിസ്റ്റേർഡ് അയച്ച കത്തിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല. അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സുരേഷ് വർമ്മയല്ലാതെ ആരെങ്കിലും MP സുരേഷ് വർമ്മയും ഇദ്ദേഹത്തോട് പറഞ്ഞതിനകത്ത് ആദ്യം കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഡൊണേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ വെക്കാൻ എല്ലാം എന്റെ കയ്യിലുണ്ട്. അതെനിക്കറിയില്ല. ഞാൻ സുരേഷ് വർമ്മ ചാനലിൽ ഷൈജിയോട് പറഞ്ഞതിനകത്ത് ഡൊണേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ കൊണ്ട് കമ്മീഷൻ കമ്മീഷൻ ഒരു രാജവംശം ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇതിന്റെ ഭരണസമിതിയുടെ 4 അയൽപക്കത്തില്ലാത്ത ഒരാളാണ്. അദ്ദേഹം 121 അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് അതിന്റെ അവകാശി. ഒരാളാണ്. ആ ഒരാൾ പറയുന്നതാണോ നിങ്ങളെ ആധികാരികത? അതല്ല ആ പരിരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണോ? ഇത് അവരുടെ മിനിറ്റ്സായത്. നിങ്ങൾ അവരെ ചോദിക്കുക, ഈ മിനിറ്റ്സ് അവരുടെ മിനിറ്റ്സ് ആണോ ചോദിക്കുക? ഈ മിനിറ്റ്സ് അവരുടെ മിനിറ്റ്സ് ആണോ നിങ്ങൾ ചോദിക്കുക?